ഹലോ വെൽക്കം ടു സ്റ്റുഡന്റ് സ്റ്റഡീസ് ട്രെൻഡിങ് ഓൺ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റുഡന്റിൽ പറയാൻ പോകുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറണം എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയുടെ നോട്ട്സിനുള്ള നമ്മുടെ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ അത് വേണ്ടവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സ്റ്റുഡന്റിന്റെ ഡ്രൈവിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്, കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് ഒന്നും ഇതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് പറയാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത്. അതിൽ അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഓരോ ഓർഗാനിസംസ് എങ്ങനെയാണ് അവരുടെ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാം. ബട്ട് ഇതിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് അഡാപ്റ്റേഷൻ? Adaptation is the morphological, physiological and behavioral attribute that enables an organism to survive and reproduce in its habitat. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോർഫോളജിക്കൽ ആയിട്ടുള്ള, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്, ഒരു ക്വാളിറ്റിയാണ്. അത് ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു, നോർമലി ഉള്ള അതിന്റെ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാനും ഒപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് കുറെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാമൽസിലുള്ള, സീലിലുള്ള അഡാപ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കാംഗറൂ റാറ്റിലുള്ള, ഡെസേർട്ടിലുള്ള കാംഗറൂ റാറ്റിന്റെ അഡാപ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. കള്ളിമുൾ ചെടിയുള്ള, അതായത് ഡെസേർട്ടിലുള്ള പ്ലാന്റ്സിന്റെ അഡാപ്റ്റേഷൻസും പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാംഗറൂ റാറ്റ്, നോർത്ത് അമേരിക്കൻ ഡെസേർട്സിലുള്ള കാംഗറൂ റാറ്റ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനോട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Internal fat oxidation gives water as byproduct if there is no external source of water. അതായത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഈ കാംഗറൂ റാറ്റ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിലുള്ള ഫാറ്റ് ഓക്സിഡൈസ് ചെയ്ത് അതിനെ വെള്ളമായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഫാറ്റ് ഓക്സിഡൈസ് ചെയ്ത് അതാണ് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് യൂറിൻ സോ ദാറ്റ് മിനിമൽ വോളിയം ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു റിമൂവ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. അതിന്റെ യൂറിൻ അത് എന്ത് ചെയ്യുന്നറിയോ, നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് പുറത്തേക്ക് കളയാൻ വേണ്ടി കാംഗറൂ റാറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് കാംഗറൂ റാറ്റിന്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇത് ചോദ്യം ഇതേപോലെ തന്നെ ചോദിക്കും. ഇനി അഡാപ്റ്റേഷൻ ടു ഡെസേർട്ട് പ്ലാന്റ്സ്, ഒപ്പൻഷ്യ പോലെയുള്ള, ഒപ്പൻഷ്യ കോക്ടസ് ഒക്കെ പോലെയുള്ള പ്ലാന്റ്സ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന്, പ്രസൻസ് ഓഫ് തിക്ക് ക്യൂട്ടിക്കിൾ ഓൺ ലീഫ് സർഫസ്. ലീഫിന്റെ സർഫസ് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഇനി സങ്കൻ സ്റ്റൊമാറ്റോ ആയിരിക്കും. സ്റ്റൊമാറ്റോ നല്ലോണം സങ്കനായിരിക്കും. മിനിമൈസ് ടു വാട്ടർ ലോസ്, അതായത് സങ്കടം ആയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മിനിമൈസ് വാട്ടർ ലോസ്, വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഇനി CAM, ഫോട്ടോസിന്തറ്റിക് പാത്വേ. ഫോട്ടോസിന്തറ്റിക് പാത്വേ എന്ന് പറയുന്നത് CAM ആണ്. നോർമൽ പ്ലാന്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CAM പാത്വേ ആണ് ഉണ്ടാവുക. enables their stomata to remain closed during daytime. ഡേ ടൈമിൽ രാവിലെ എന്ത് ചെയ്യും, വെയിൽ അത്രയുമുള്ള സമയമാണല്ലേ, നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നു രാത്രിയാണ് അത് തുറക്കാൻ തോന്നുന്നത്. അതാണ് CAM പാത്വേയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാത്രിയായിരിക്കും ഇവാപറേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, ഇനി അടുത്ത ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് ഒപ്പൻഷ്യ ഹാവ് നോ ലീവ്സ്. അവരുടെ ലീവ്സ് ഇല്ല, പകരം ഉള്ളത് തോൺസ് ആണ്, മുള്ളുകളാണ്. കാര്യം സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സർഫസ് ഏരിയ കുറയ്ക്കുമ്പോൾ ഇവാപറേഷൻ നടക്കുന്നതായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്പൈൻസ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ തോൺസ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മാമൽസിൽ എങ്ങനെയാണ് അഡാപ്റ്റേഷൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാമൽസിൽ എങ്ങനെയാണ് അഡാപ്റ്റേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൾഡ് ക്ലൈമറ്റിലുള്ള മാമൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഷോർട്ടർ ഇയേഴ്സ് ആയിരിക്കും. അതുപോലെ ലിംസും ഷോർട്ടർ ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ, ഹീറ്റ് ലോസ്, ശരീരത്തിൽ നിന്ന് ചൂട് കൂടുതൽ പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂട് അവർക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ അലൻസ് റൂൾ എന്ന് പറയും. ഓക്കെ, അലൻസ് റൂൾ എന്ന് പറയും. ഇനി അക്വാറ്റിക് ആനിമൽസ് ആണെങ്കിൽ, സീല് പോലെയുള്ള അക്വാറ്റിക് ആനിമൽസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിന് അടിഭാഗത്ത് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് കാണും. അതിനെ ബ്ലബർ എന്ന് പറയും. ഇതും ഇതേപോലെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇൻസുലേറ്റർ ആണത്, ബോഡിയുടെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ ആണ്. ഇത് നമ്മുടെ ഹ്യൂമൻസിന്റെ കാര്യം കൂടി ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഹയർ ടെമ്പറേച്ചേഴ്സിലേക്ക് പോകും, ഏകദേശം 3500 മീറ്റർ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ക്ഷീണവും തലകറക്കവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രഷർ വളരെ കുറവാണ്, നല്ലോണം കുറവാണ്. അപ്പൊ നമ്മുടെ ബോഡി ഈ ഒരു അപ്പൊ പ്രഷർ കുറയുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് കുറയും അല്ലേ. അപ്പൊ ബോഡിക്ക് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ഈ ലോവർ ഓക്സിജൻ കോൺസെൻട്രേഷനിലും ബോഡി വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള RBCയുടെ കൗണ്ട് കൂടുകയും ബ്രീത്തിങ് റേറ്റ് കൂടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹീമോഗ്ലോബിൻ ബൈൻഡിങ് കപ്പാസിറ്റി നല്ലോണം കുറയും. അപ്പൊ നമുക്ക് എന്ത് വയ്യാതെ വരും. ചിലർക്കാണെങ്കിൽ മൂക്കിൽ കൂടെ ബ്ലഡ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അതിന് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോഡി ഇതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് RBCയുടെ കൗണ്ട് കൂടുകയും ബ്രീത്തിങ് റേറ്റ് ഒക്കെ കൂടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി കുറയും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ് പോപ്പുലേഷൻ എന്നുള്ളതിൽ പോപ്പുലേഷനിൽ ആദ്യം പറയുന്നത് പോപ്പുലേഷന്റെ ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ആദ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഏജ് പിരമിഡ്. നിങ്ങൾക്ക് അവിടെ ചിത്രം കാണാം, 3 പിരമിഡ്സ് കാണാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്ന് നോർമലി വരാനുള്ള ചോദ്യം ഇതിൽ ഏതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള പിരമിഡ് എന്നായിരിക്കും ചോദിക്കുക. ഏജ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനെ നമ്മളൊരു പിരമിഡ് ആയിട്ട് സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, വരയ്ക്കുകയാണെങ്കിൽ, ഒരു പിരമിഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഉള്ളതിനെയാണ് ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ കമ്പൈൻ ഡയഗ്രത്തിലായിരിക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ കമ്പൈൻ ആയിട്ടായിരിക്കും ഡയഗ്രാം കാണിക്കുക. ഓക്കെ, അപ്പം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, പ്രീ റീപ്രൊഡക്റ്റീവ് അങ്ങനെയാണ് വരുന്നത്. ഏത് റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, വയസ്സായിട്ടുള്ള ആൾക്കാർ, നമ്മളെ പിന്നെ താഴെയുള്ള പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഗ്രോത്ത് സ്റ്റാറ്റസ് ആയിട്ട് വരുന്നത്. ഇനി പോപ്പുലേഷൻ സൈസ് ഓർ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്ന് നോർമലി ചോദ്യമൊന്നും വന്ന് കണ്ടിട്ടില്ല. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നോർമലി ചോദിക്കുക. എന്നാലും പറയാം, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് പെർ യൂണിറ്റ് ഏരിയ ഓർ വോളിയം. ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷൻ ഉള്ള പോപ്പുലേഷൻ നമ്പർ ആണ് സത്യം പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൈബീരിയൻ ക്രെയിൻസിന്റെ ഭരത്പൂർ എനിക്ക് തോന്നുന്നു നാഷണൽ പാർക്കാണ് ഭരത്പൂർ എന്ന് തോന്നുന്നു. അവിടെ വെറ്റ്ലാൻഡ്സിലുള്ള സൈബീരിയൻ ക്രെയിൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഇയറിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ 10ൽ താഴെയാണ്, വെറും 10ൽ താഴെ. ഇറ്റ് ഈസ് മില്യൺസ് ഫോർ ക്ലമൈഡോമോണസ് ഇൻ എ പോണ്ട്. അതേസ്ഥാനത്ത് പോണ്ടിലുള്ള ക്ലമൈഡോമോണസ് എടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് അതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ട് പറയുന്നത്. ഇനി പോപ്പുലേഷൻ സൈസ് ഓൾസോ മെഷേർഡ് ഇൻ പെർസെന്റേജ് കവർ ഓർ ബയോമാസ്. പോപ്പുലേഷൻ സൈസ് ബയോമാസിലോ അല്ലെങ്കിൽ പെർസെന്റേജ് കവറിലോ മെഷർ ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഏരിയയില് 200 പാർത്തീനിയം പ്ലാന്റ്സിന്റെ ഒരു ഹ്യൂജ് ബാനിയൻ ട്രീയും ഉണ്ട്. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ ശരിക്കും അളക്കുന്ന സമയത്ത് ബയോമാസ് ആണ് കവർ ചെയ്യുക. കാര്യം ഇവിടെയുള്ള പാർത്തീനിയം പ്ലാന്റ്സിനേക്കാൾ ബയോമാസ് കൂടുതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതൽ, യൂസ് കൂടുതൽ എന്നൊക്കെ പറയുന്നത് ഈ ബാനിയൻ ട്രീ തന്നെയാണ്. സോ നമ്മൾ ബയോമാസ് ആണ് എടുക്കുന്നത്. ടോട്ടൽ നമ്പർ ഈസ് ഡിഫിക്കൽട്ട് മെഷർ ഫോർ എ ഹ്യൂജ് പോപ്പുലേഷൻ. ഒരു ഹ്യൂജ് പോപ്പുലേഷൻ എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ മൊത്തം കൗണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ എടുക്കും. ശരിക്കും ആബ്സല്യൂട്ട് നമ്പർ അറിയാതെ ഏകദേശം ഒരു ഊഹത്തിൽ ഒരു ആവറേജ് നമ്മൾ എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഫിഷസ് caught per trap indicates total population density in a lake. ഒരു കുളത്തിൽ എത്ര മീനുണ്ടെന്നുള്ളത് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല അല്ലെ. പക്ഷെ നമ്മൾ ഒരു മീനിനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എത്ര മീനിനെ ഏകദേശം കിട്ടുന്നു എന്നുള്ളത് വെച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിൽ ഏകദേശം എത്രത്തോളം മീനുകൾ ആ കുളത്തിലുണ്ട് അല്ലെങ്കിൽ പുഴയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പോപ്പുലേഷൻ സൈസ് ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ഫാക്ടേഴ്സ് like food availability, predation, pressure and weather. അതായത് ഫുഡ് അവൈലബിലിറ്റി, പ്രിഡേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ച്, അതുപോലെ ക്ലൈമറ്റ്, ഇതിനൊക്കെ അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്തിൽ വ്യത്യാസങ്ങൾ വരും. പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്, ബേസിക് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇവിടെ കാണാം, നിങ്ങൾക്ക് 4 ഫാക്ടേഴ്സ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണാം. ആദ്യത്തെ നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിവൺ പീരീഡിൽ എത്ര പേര് ജനിക്കുന്നു എന്നുള്ളതാണ് നാറ്റാലിറ്റി. ഇനി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്കാണ്, ഒരു പീരീഡിൽ എത്ര പേര് മരിക്കുന്നു എന്നതാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര ടൈം ആണെങ്കിലും ആവും, ഒരു ഇയർ ആവും, ഒരു മാസം ആവും, നമ്മളെ എടുക്കുന്നതിനനുസരിച്ച്. ഇനി ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദി സെയിം സ്പീഷീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓഫ് ദി സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻടു ദ ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വെയർ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആ സെയിം ആയിട്ടുള്ള കൈൻഡ് ഓഫ് സ്പീഷീസ് ഈ പോപ്പുലേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇമിഗ്രേഷൻ എന്ന് പറയും. ആൻഡ് എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിൽ പുറത്തേക്ക് പോയിട്ടില്ല, സെയിം സ്പീഷീസ് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ എമിഗ്രേഷൻ എന്ന് പറയും. ഈ അതിനൊക്കെ ഇമിഗ്രേഷന് I, എമിഗ്രേഷന് E, നാറ്റാലിറ്റിനെ B ആൻഡ്
മോർട്ടാലിറ്റിനെ ഡി. നാറ്റാലിറ്റി ബി എന്ന് പറയാൻ കാര്യം ബർത്ത് എന്നുള്ള അർത്ഥത്തിൽ, ഡെത്ത് എന്നുള്ള അർത്ഥത്തിൽ മോർട്ടാലിറ്റിനെ ഡി എന്നിവിടെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ പ്ലസ് ആണ്, കാര്യം പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷൻ കൂട്ടുന്നതാണ്, ഇങ്ങോട്ട് വരുന്നതാണ്. ഇമിഗ്രേഷനും നാറ്റാലിറ്റിയും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂട്ടും, അതേ സമയത്ത് മോർട്ടാലിറ്റിയും എമിഗ്രേഷനും എന്ത് ചെയ്യും, പോപ്പുലേഷനെ കുറയ്ക്കും. അതാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇഫ് n is a population density at time, then density at time t+1. ഏതെങ്കിലും ഒരു ടൈമിലെ ഡെൻസിറ്റി കാണണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ nt+1 എന്ന് പറയുന്നത് nt ഏതോ സമയത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി പ്ലസ് ബി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള, ഇവിടെ കൂടിയിട്ടുള്ള പോപ്പുലേഷൻ മൈനസ് ഇവിടുന്ന് പോയിട്ടുള്ള പോപ്പുലേഷൻ. n പ്ലസ് ബി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ബർത്തും അതുപോലെ തന്നെ ഇമിഗ്രേഷനും. മൊത്തത്തിൽ ഇവിടെ എത്ര എണ്ണം കൂടി, അതിന് ഇവിടെ നിന്ന് എത്ര പേര് പോയി, അതുപോലെ എത്ര പേര് മരിച്ചു എന്നുള്ളത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് മൈനസ് ചെയ്യുക. ഓക്കെ, അതാണ് ആ ഇക്വേഷൻ. ഇക്വേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ് ഇഫ് b+1 is more than b+e. അതായത് b+1 കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസിങ് ആയിരിക്കും. കാര്യം വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം. അതേസമയത്ത് b+1 കുറവാണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി ചെറുതായി പോകും, ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി വലുതായി പോകും. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവായിരിക്കും. ഇനി അടുത്തതാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്ക് നോക്കാം പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ്, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ് പറയാ, ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് എന്ന് പറയും. അതിൽ 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ഉള്ളതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അപ്പം രണ്ടും പ്ലസ് ആണ്. രണ്ട് ഓർഗാനിസം സ്പീഷീസ് എടുത്താലും രണ്ടിനും ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് പ്ലസ് എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി പാരാസിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് ബെനിഫിറ്റും മറ്റേതിന് നഷ്ടമാണ് വരുന്നത്. സോ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയിരിക്കും. ഇനി കൊമൻസാലിസം എന്ന് പറഞ്ഞാലോ അത് ഒന്നിന് ബെനിഫിറ്റ് ചെയ്യും, മറ്റൊന്നിന് ഒരു ഗുണവും ചെയ്യില്ല. സോ ഒന്ന് പ്ലസും മറ്റേത് 0 ആയിരിക്കും വരും. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി പാരാസിറ്റിസം, നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. പാരാസിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണ് പാരാസിറ്റിസത്തിന്റെ എക്സാമ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ പാരാസിറ്റിസം പറയും ഹോസ്റ്റിന്, അതായത് ഈ പ്രിഡേറ്ററിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. ആ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലോസ് ഓഫ് സെൻസ് ഓർഗൻസ് ഉണ്ടായിരിക്കില്ല. പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ്, അതായത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഓർഗൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സക്കേഴ്സോ ഒക്കെ ഉണ്ടാവും, ക്ലിങ് ചെയ്തിരിക്കുക, അതിനെ പിടിച്ചിരിക്കാനുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ടാവും. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം കുറവായിരിക്കും, ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹയർ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറവായിരിക്കും. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ്സ് ആർ ഓഫൻ കോംപ്ലക്സ്. അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. ഒന്ന് ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് ഡിപ്പെൻഡ് ഓൺ 2 ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ലിവർ ഫ്ലൂക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 2 ഹോസ്റ്റിലാണ് കംപ്ലീറ്റ് ആവുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ സ്നെയിലും അടുത്തത് ഫിഷിലുമാണ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഇനി മലേറിയൽ പാരസൈറ്റ്, നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പറഞ്ഞത് മലേറിയൽ പാരസൈറ്റിനെ കുറിച്ച്. അതതിന് എന്ത് വേണം, മനുഷ്യൻ വേണം, അതുപോലെ കൊതുകും വേണം. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പാരസൈറ്റ്. ഏതൊക്കെ തരത്തിലുള്ള പാരസൈറ്റ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള 2 എണ്ണമാണ്, എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. സോ എന്താണ് എക്ടോ പാരസൈറ്റ്സ്? എക്ടോ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അതായത് പുറത്തുള്ള സർഫസിൽ ഫീഡ് ചെയ്യുന്നതിനാണ് എക്ടോ പാരസൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ നമ്മുടെ ലൈസ്, നായയിലുള്ള ലൈസ്, നമ്മളിലുള്ള പേന്, ലൈസ് ഓൺ ഹ്യൂമൻസിലും ലൈസ് ഉണ്ട്, നായിലും പെയിൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ലൈസ് ഓൺ നമ്മുടെ തലയിലുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ തലയിൽ പുറത്താണ് അല്ലെ. അതുപോലെ ടിക്സ് ഓൺ ഡോഗ്സ്, ചെള്ള്, നായിലുള്ള ചെള്ള്. ഇനി എക്ടോ പാരസൈറ്റിക് കോപ്പിപോഡ്സ് ഓൺ മെനി മറൈൻ ഫിഷസ്. കോപ്പിപോഡ്സ് ഉണ്ടാവും, മറൈൻ ഫിഷസിൽ കോപ്പിപോഡ്സ് ഉണ്ടാവും. ഇനി കസ്ക്യൂട്ട പ്ലാന്റ് ഓൺ ഹെഡ്ജ് പ്ലാന്റ്സിലുള്ള കസ്ക്യൂട്ട, ഇത്തിൽ കണ്ണിയൊക്കെ അതാണ്. ഓക്കെ, കണ്ടിട്ടില്ലേ, മാവിലുള്ള ഇത്തിൽ കണ്ണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഫീമെയിൽ മോസ്കിറ്റോ ഇസ് നോട്ട് കൺസിഡേർഡ് എ പാരസൈറ്റ് ബിക്കോസ് ഇറ്റ് നീഡ്സ് അവർ ബ്ലഡ് ഓൺലി ഫോർ റീപ്രൊഡക്ഷൻ, നോട്ട് ആസ് ഫുഡ്. ഒരിക്കലും മോസ്കിറ്റോനെ എന്ത് പറയാനായിട്ട് പറ്റില്ല, ഒരു പാരസൈറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ബ്ലഡ് വേണ്ടത്, ഫുഡിനായിട്ടല്ല. അതുകൊണ്ട് അതിനെ പാരസൈറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇനി അടുത്താണ് എൻഡോ പാരസൈറ്റ്. എന്താണ് എൻഡോ പാരസൈറ്റ്? എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തല്ലേ. എൻഡോ പാരസൈറ്റ്സ് ദാറ്റ് ലിവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം, അതിനെയാണ് എൻഡോ പാരസൈറ്റ് എന്ന് പറയാം. ദേ ഹാവ് സിമ്പിൾ ആൻഡ് മോർഫോളജിക്കൽ ആൻഡ്
അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കും. ഓക്കെ, അടുത്താണ് പറയുന്നത് ബ്രൂഡ് പാരസിറ്റിസം. ഇത് വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബ്രൂഡ് പാരസിറ്റിസം നമുക്കറിയാം. കുയില് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് എന്താണ്? ബ്രൂഡ് പാരസിറ്റിസം ആണ്. ഡ്യൂറിങ് എവല്യൂഷൻ എഗ്സ്, അതായത് എവല്യൂഷൻ നടന്ന സമയത്ത് ഇതിന്റെ എഗ്സ്, കുയിലിന്റെ മുട്ട എന്ന് പറയുന്ന കാക്കയുടെ മുട്ടയുമായിട്ട് സിമിലാരിറ്റി പരത്തുന്ന രീതിയിൽ ഇവോൾവ് ചെയ്തു വന്നു. ഓക്കെ, അതാണ് അതിൽ പറയാനുള്ളത്. വളരെ സിമ്പിൾ ആണ് ബ്രൂഡ് പാരസിറ്റിസം. അത് ബ്രൂഡ് പാരസിറ്റിസം എന്താണെന്നുള്ളതൊന്നും ചോദിക്കില്ല, എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ നോർമലി ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടത്. അടുത്താണ് കമൻസാലിസം. കമൻസാലിസം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓർക്കിഡ് ആണ്. ഗ്രോയിങ് ആസ് എൻ എപ്പിഫൈറ്റ് ഓൺ എ മാംഗോ ബ്രാഞ്ച്. മാംഗോ ബ്രാഞ്ചിൽ ഓർക്കിഡ് കാണും. നോർമലി ഓർക്കിഡ് മാംഗോ ബ്രാഞ്ചിൽ ഞാൻ കണ്ടിട്ടില്ല, വേറെ പല മരങ്ങളിലും ഓർക്കിഡ് കാണുന്നതാണ്. മരവാഴ എന്നൊക്കെ പറയും. ഈ മരവാഴ ടൈപ്സ് തന്നെയാണ് എല്ലാ ഓർക്കിഡ്സും വരുന്നത്. ഓക്കെ, അത് വേറൊരു പ്ലാന്റിൽ വളരും. അത് വളരുന്നത് അതിന് ഓക്സിജൻ ന്യൂട്രിയൻസും വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു സൺലൈറ്റും ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ പ്ലാന്റിന് അത് പ്ലാന്റിൽ പോയി സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആ പ്ലാന്റിൽ നിന്ന് ഒരു തരത്തിലുള്ള ഹാമും ഈ എന്താ പറയുക വേണ്ട വരുത്തുന്നില്ല. ഇനി ശരിക്കും വേണ്ട എന്നാണ് പറയുക. ഓക്കെ, മരവാഴ വേണ്ട. ഇനി അടുത്താണ് ബാർനക്കിൾസ് ഗ്രോയിങ് ഓൺ ദ ബാക്ക് ഓഫ് വെയിൽ. വെയിലിന്റെ ബാക്കിലുള്ള ബാർനക്കിൾസ്. ഓക്കെ, സോറി, ബാർനക്കിൾസ്, വെയിലിന്റെ ബാക്കിൽ വളരുന്ന ബാർനക്കിൾസ് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്താണ് കാറ്റിൽ. കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, അതായത് എഗ്രറ്റ്സ് ഫോറേജ് ക്ലോസ് ടു ദ കാറ്റിൽ ആർ ഗ്രേസിംഗ്. ഇപ്പം കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് കൊച്ചിയൊക്കെ, അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ ഗ്രേസ് ചെയ്യുന്ന സമയത്ത് അതിനടുത്ത് അതിന്റെ പുറത്തിരിക്കുന്നതിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. പുറത്തിരിക്കുകയാണെങ്കിൽ അത് മ്യൂച്വലിസം ആയിട്ട് മാറും. കാര്യം അത് ഈ പശുവിനെ നമ്മൾ പറയില്ലേ, പശുവിന്റെ കടിയും മാറി കാക്കയുടെ വിശപ്പ് മാറി എന്ന് പറയാറില്ലേ. സോ അത് രണ്ടിനും ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് അടുത്ത് നിൽക്കുന്നത് മാത്രം. അപ്പൊ കൊച്ചിയൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്ന കാണാം. ഈ പശു മേയുന്ന സമയത്ത് പുല്ല് ഇളകുമ്പോൾ അതിന്റെ അകത്തുനിന്ന് വരുന്ന ഓർഗാനിസത്തിനെ പിടിച്ച് കഴിക്കും. പശുവിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ അടുത്താണ് സീ അനമൺ ആൻഡ് ക്ലൗൺ ഫിഷ്. സീ അനമണിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, ക്ലൗൺ ഫിഷിന് ബെനിഫിറ്റ് ഉണ്ട്. അതായത് അതിന്റെ ടെനക്കിൾസിന്റെ അടിയിൽ, സീ അനമണിന്റെ ടെനക്കിൾസിന്റെ അടിയിലായിരിക്കും ക്ലൗൺ ഫിഷ് കയറിയിരിക്കും. ഓക്കെ, സ്റ്റിങ്ങിങ് ടെനക്കിൾസ് ഓഫ് സീ അനമൺ ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ഫിഷ് ഫ്രം പ്രെഡേറ്റേഴ്സ്. ഈ ക്ലൗൺ ഫിഷിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഓക്കെ, അടുത്താണ് മ്യൂച്വലിസം. എന്താണ് മ്യൂച്വലിസം? മ്യൂച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ്. ലൈക്കൺ, അതായത് ഫംഗസിന്റെയും ആൽഗയുടെയും അസോസിയേഷനെയാണ്. ആൽഗയുടെയും അല്ലെങ്കിൽ സൈനോബാക്ടീരിയ, ഫംഗസിന്റെയും അല്ലെങ്കിൽ ആൽഗെ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ സൈനോബാക്ടീരിയ ആണ് ആൽഗെ ആയിട്ട് പറയുന്നത്. അതിന്റെ അസോസിയേഷൻ ആണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗയും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇവിടെ ഫംഗൈ എന്ന് പറയുന്നത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫംഗൈ ഹെൽപ്പ് ദി പ്ലാന്റ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. എസെൻഷ്യൽ ന്യൂട്രിയൻസ് പ്ലാന്റിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും from the soil, while the plants provides fungi with carbohydrates. ഫംഗൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ് കൊടുക്കുകയും ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്കാണ് മ്യൂച്വലിസം ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ത്രൂ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേർഷൻ. പോളിനേഷൻ വരുന്ന സമയത്തും സീഡ് ഡിസ്പേർഷൻ വരുന്ന സമയത്തും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നതാണ് ഫിഗ് ട്രീസ്. ഫിഗ് പഴം, എനിക്ക് തോന്നുന്നു ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴമാണ്. അത്തിപ്പഴവും വാസ്പും തമ്മിലുള്ള ഒരു ബോണ്ടേജ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫിഗ് ട്രീസുകൾ വാസ്പുകൾ മാത്രമേ പോളിനേറ്റ് ചെയ്യുന്നുള്ളൂ. ഫിഗുകൾ എന്താ പറയാ, ഫിഗ് പോളിനേറ്റ് ചെയ്യുന്ന വാസ്പാണ്. അപ്പം വാസ്പ് എന്ത് ചെയ്യും? അവിടെ മുട്ടയിടാനുള്ള സ്പേസ് ഫിഗ് ട്രീസ് കൊടുക്കും. ഫ്രൂട്ട്സിന് മുട്ടയിടാനുള്ള സ്പേസ് കൊടുക്കും. ഓക്കെ, ദ ഫിഗ് ഓഫേഴ്സ് ദ വാസ്പ് സം ഡെവലപ്പിംഗ് സീഡ്സ്. ഫിഗ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് സീഡ്സ് കൊടുക്കും. ആർക്ക് വേണ്ടിയിട്ട്? വാസ്പിന് കൊടുക്കും. ആസ് ഫുഡ് ഫോർ ദ വാസ്പ് ലാർവേ. വാസ്പ് ലാർവേക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള സീഡ്സ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്സ് ഷോ ഡൈവേഴ്സിറ്റി ഇൻ ഫ്ലോറൽ പാറ്റേൺസ്. പല തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺസും ഓർക്കിഡ്സ് കാണിക്കുന്നുണ്ട്. ദേ ക്യാൻ അട്രാക്ട് ദ റൈറ്റ് പോളിനേറ്റേഴ്സ്. ഇൻസെക്റ്റിനെയൊക്കെ റൈറ്റ് പോളിനേറ്റേഴ്സ്, ഇൻസെക്ട്സ്, ബീസിനെയൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ടു എൻഷുർ പോളിനേഷൻ. നോട്ട് ഓൾ ഓർക്കിഡ്സ് ഓഫർ റിവാർഡ്സ്. എല്ലാ ഓർക്കിഡ്സും എന്ത് ചെയ്യില്ല? റിവാർഡ്സ് കൊടുക്കില്ല. ചില ഓർക്കിഡ്സ് ബീസിന്റെ കളർ പോലെ തന്നെയായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ആ ഓർഗാനിസം പോലെ തന്നെ അതിന് കളർ കോമ്പിനേഷനും ഉണ്ടാവും. സോ അത് ഫീമെയിൽ ആണെന്നുള്ള രീതിയിൽ അട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മെയിൽ ആണെന്നുള്ള രീതിയിൽ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷുവൽ ഡിസീറ്റ് ഓഫ് ഓർഫൈസ്. എന്താണ് മെഡിറ്ററേനിയൻ ഓർക്കിഡിന്റെ സെക്ഷുവൽ ഡിസീറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. വൺ പെറ്റൽ ഓഫ് ഇറ്റ്സ് ഫ്ലവർ റിസംബിൾസ് ഫീമെയിൽ ബീ ഇൻ സൈസ്. ഫീമെയിൽ ബീന്റെ സൈസിനെ റെസംബിൾ ചെയ്യും ഒരു പെറ്റൽ എന്ന് പറയുന്നത്. കളറും മാർക്കിങ്സും ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കും. ഇവോൾവ് ചെയ്ത് വന്ന എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായതാണത്. സോ മെയിൽ ബീസ്
സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. ഇതുമായിട്ട് അതായത് കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സെക്സ് നടത്തും. അത് സ്യൂഡോ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് സെക്സ് നടത്തും. അങ്ങനെയാണെന്ന് വിചാരിച്ച് ഫീമെയിൽ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടത്തും. ഓക്കെ, വിത്ത് ദി ഫ്ലവർ ആൻഡ് ഇസ് ഡസ്റ്റഡ് വിത്ത് പൊളൻ. അങ്ങനെ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? പൊളൻ ഗ്രെയിൻസ് ഇതിന്റെ മേലെ മൊത്തം ആവും. ഇനി അടുത്തൊരു പ്ലാന്റിലേക്ക് ഇത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് അതിൽ ഡസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ പോളിനേഷൻ നടക്കും. ഇത് തനിയെ കോ ഇവോൾവ് ചെയ്ത് വന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹെൻസ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.